വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡേയ്സിൻ്റെ വെഡ്ഡിങ് ആണ്. സോ ഞാൻ ഇന്ന് രാവിലെ സിംഗപ്പൂരിൽ നിന്ന് ജസ്റ്റ് ലാൻഡ് ആയുള്ളൂ. ജസ്റ്റ് അല്ല, ഞാനൊരു 7 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ലാൻഡായി. ഇന്ന് 3 മണിക്കാണ് ഡേയ്സിൻ്റെ വെഡ്ഡിങ്. എൻ്റെ ഫ്രണ്ട് ഹരിക്കുട്ടി ഓൾസോ ഉണ്ട്. അവൾ ഒരു 1 വീക്ക് മുമ്പ് എന്തോ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. അവളുടെ വീട് ട്രിവാൻഡ്രത്താണ്. അവളും അവളുടെ അമ്മയും ഇന്ന് രാവിലെ ട്രെയിൻ എടുത്ത് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വന്നു. ഞാൻ, എൻ്റെ അമ്മ, അവളുടെ അമ്മ, ഞങ്ങൾ 4 പേരും കൂടെ റെഡി ആയിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം റെഡി ആവാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വരുന്നതിന് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മുടിയൊക്കെ സ്റ്റൈലൊക്കെ ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, സ്റ്റിൽ നല്ല ഭംഗി തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് റെഡി ആവാൻ മേക്കപ്പ് ചെയ്യാൻ ഇറങ്ങാം, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാനിന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഞാൻ ഇത് സിംഗപ്പൂരിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് വന്നതാണ്. ആക്ച്വലി ഞാനും ഹരിക്കുട്ടിയും ഡേയ്സിൻ്റെ ബ്രൈഡ്സ് മെയ്ഡാണ്. പക്ഷേ ഡേയ്സ് പറഞ്ഞു അങ്ങനെ കളർ കോമ്പോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഫ്രീഡം യൂട്ടിലൈസ് ചെയ്തു. ഹരിക്കുട്ടി ഒരു ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഡാർക്ക് ഷെയ്ഡ്, ഞാൻ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇതാണ് ഹരിക്കുട്ടിയുടെ ഷെയ്ഡ്. കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നും, പക്ഷേ ഇട്ടേപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി. ഫൈനലി ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് സെറ്റായി. ഇതെനിക്ക് ഞാൻ വിചാരിച്ചതിനൊരു ലൂസായിരുന്നു. ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇട്ട് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ലൂസ് വന്നിട്ട് ഞാൻ എൻ്റെ ഫുൾ പിന്ന് വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് എല്ലാം. ഇപ്പോൾ കാണാൻ നേരത്തെ ഓക്കെ ആയിട്ട് തോന്നും, പക്ഷേ ഇത് മൊത്തം ഞാൻ 1 മണിക്കൂറോളം പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നമുക്ക് മേക്കപ്പ് ചെയ്യാം. എനിക്ക് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് സഹിക്കാൻ കഴിയും. ഞാനാണെങ്കിൽ ലിപ് ബാം എടുക്കാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ലിപ് ബാമും ഇല്ല. എന്നിട്ട് ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് തേച്ച് വെച്ചേക്കുക. എങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ല എൻ്റെ ഡ്രസ്സിൻ്റെ ഇത് ശരിയാക്കാൻ എത്ര നേരം എടുക്കുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റെപ്പേ ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ കടിപ്പോയി, എൻ്റെ കടിപ്പോയി. അങ്ങനെ കടലോട്ട് സൺസ്ക്രീൻ കിടപ്പോയി. അകത്തന്നെ നല്ല സൺസ്ക്രീൻ. ഹരിക്കുട്ടി പവർ ഫസ്റ്റ് തന്നെ ഹരിക്കുട്ടി റെഡി ആയിട്ട് എല്ലാവരും ഇപ്പോഴും ഓടി നടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഹരിക്കുട്ടി ആദ്യം തന്നെ റെഡി ആയിട്ട് എല്ലാവരും റെഡി ഹെൽപ്പ് ചെയ്യുന്നു. കണ്ണിരുന്നേ. ഞാൻ റീസെൻ്റ്ലി കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് മേക്കപ്പ് ബേസ് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇട്ട് കഴിയാൻ നേരത്തെ മുഖം ഭയങ്കര എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു ഇല്ലരുത് മേക്കപ്പ് ഇട്ട പോലെ തോന്നും. പക്ഷെ ഇത് മേക്കപ്പ് ബേസാണ്. എനിക്കൊരു ഭയങ്കര ഫൗണ്ടേഷൻ ഇട്ട് പോലെ തോന്നും, പക്ഷെ കുറച്ച് അധികം പുട്ടിയടിച്ച പോലെ ഉണ്ടാവും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ കഴുത്തും ഇതും വേറെ വേറെ കളറായിരിക്കും, അത് സൂക്ഷിക്കണം. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമായി ഇത് തേച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു ഇത്. ഞാൻ കാണിച്ചു തരാം ആ ഒരു ചേഞ്ച് കേട്ടോ. അതിലോട്ട് വേണേ ഞാൻ തെച്ചു പണി പറ്റുന്ന കാര്യമാണ്. ഇതില്ലേ, പക്ഷെ എൻ്റെ മുഖത്തിൻ്റെ കഴുത്തിൻ്റെ കളർ മാറിപ്പോയി. പക്ഷേ ശരിയാക്കാം. കുറച്ച് കഴിച്ചുകൊണ്ടിടാം. ശരിയാക്കാം. കട്ടക്കുട്ടിയിട്ട് വരെ ഇട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ സംതിങ് ഉണ്ടാവില്ല.
കോമ്പാക്ട് പൗഡർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എനിക്ക് ആക്ച്വലി ഡ്രസ്സിലൊരു കോൺഫിഡൻസ് തോന്നില്ല, കാരണം എല്ലാം പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് പരിപാടിയുടെ ഒരു കുരിപ്പ് തീർന്നില്ലേ. ചെറിയ ഹാൻഡ് ബാഗ് എടുക്കണുണ്ട്, കുറച്ച് കൂട്ടിയിട്ടുള്ളൂ. കെട്ടി വെച്ചോ, കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കും. അയ്യോ ഇടി വരെയുണ്ടോ ഇതില്ലാത്ത നേരത്ത് ബ്ലഷൊക്കെ ഇങ്ങനെ പണി തന്നു കഴിഞ്ഞാൽ അങ്ങനെ എടാ എൻ്റെ ബ്ലഷ് കൂടിപ്പോഴേക്കും ഒന്നിരി ഇടിയിട്ട് വരും. എടാ ലിറ്ററലി നോക്കിയേ. I don't think so. അയ്യോ കുറച്ചിങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറയുമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും എനിക്ക് പേടിയൊന്നുമില്ല. കണ്ണല്ലേ ഓക്കെ ആ റെഡിയായി. നമ്മളൊരു ഊബർ എടുത്ത് ഡേയ്സിൻ്റെ കല്യാണം നടക്കുന്ന പള്ളിയിലെത്തി. എന്നിട്ട് കുർബാനയൊക്കെ കൂടി കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും അവിടെ വൻ ഫോട്ടോഷൂട്ടിൽ തിരക്കായിരുന്നു. അപ്പം നമ്മൾ സൈഡിൽ മാറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഹാളിലേക്ക് ചെറായിൽ വെച്ചായിരുന്നു പരിപാടി. അപ്പം നമ്മൾ ചെറായി അവിടെ ഒരു റിസോർട്ടിലായിരുന്നു. അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് പോയി. അവിടെയാണെങ്കിൽ അടിപൊളി ഡെക്കോറ്, നല്ല നല്ല വൈബിളുള്ള സ്ഥലം. ആ വെള്ളവും ആ റിസോർട്ടിൻ്റെ ഏരിയയും ഡെക്കോറും എല്ലാം നല്ല രസമായിരുന്നു. ഔട്ട്ഡോറും കൂടെ ആയതുകൊണ്ട് പൊളിച്ചു, അടിപൊളി വൈബായിരുന്നു. നമ്മൾ ആദ്യം തന്നെ സീറ്റൊക്കെ സെക്യൂർ ചെയ്ത് അവിടെ ചെന്നിരുന്ന് ചെക്കനും പെണ്ണും വരുന്നതിന് മുമ്പ് നമ്മളൊരു സ്നാക്കും വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ചെക്കനെയും പെണ്ണിനെയും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നത് ആരാണ്? നല്ലൊരു കൈയ്യടിയോട്ടെ. അപ്പോ ഡേയ്സ്മോൾ ആണെന്ന് രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പൊ സാമ്പത്തിക ഭദ്രതയുടെ ഈ രണ്ടാമത്തെ ചോദ്യത്തോടു കൂടി സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഏറ്റവും കൂടുതൽ ബ്രാൻഡ് കോൺഷ്യസ് ആരാണ്? ബ്രാൻഡഡ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്? പോരട്ടെ 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 പോരട്ടെ. രണ്ടുപേരും അപ്പൊ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഫസ്റ്റ് വൺ ടു വേക്ക് അപ്പ്.
ഓക്കെ, സൂപ്പർ സൂപ്പർ. എന്ത് ഒരുമയാണെന്ന് നോക്കിയാൽ നല്ലൊരു കൈഡി കൊടുത്തേ. താങ്ക് യു. മടിയുള്ളത് ആർക്കാണ്? ഡേയ്സിന് അതിന് ഒരു ഡൗട്ട് പോലും ഇല്ല, അപ്പം തന്നെ പൊക്കിയിരിക്കുന്നു ഷൂസ്. കൊള്ള സൂപ്പർ. ഇനി ഇമോഷണൽ ആരാണ്? ഒരു സിനിമ കണ്ടാൽ തന്നെ കരച്ചിൽ വരും. രണ്ടുപേരും ഓക്കെ. തിരിഞ്ഞു നോക്കിയോ, ഉത്തരം എവിടെ തിരിഞ്ഞു നോക്കിയോ. സൂപ്പർ. ഇനി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? ദ ടോക്കറ്റീവ് വൺ. സംശയം. ഒയ്യോ, രണ്ടുപേരും കണക്കാണെന്നാണോ? തിരിഞ്ഞു നോക്കിയേ. എന്തായാലും സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന കൂടി ഒരു ഡൗട്ടും ഇല്ല. നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക്. ഡേയ്സ് മോൾക്ക് നല്ലൊരു കൈഡി. ഇനി ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? അതും അതെ, നമ്മുടെ ഡേയ്സ് മോൾ ആണ്. നല്ലൊരു കൈഡി കൊടുത്തേ. Who is the crazy one? Crazy ideas, the crazy one. അതങ്ങോട്ടും പാര വെച്ചു. കൊള്ളാം. ഇനി കൺഫ്യൂസ്ഡ് സോൾ ആരാണ്? എപ്പോഴും എന്ത് ഓർഡർ ചെയ്യണം എന്ന ഡൗട്ട്. ദ കൺഫ്യൂസ്ഡ് വൺ. ഓക്കെ, അത് നമ്മുടെ സിബി കൊണ്ടുപോയി ആ വാർഡ്. ഇനി എപ്പോഴും എവിടെ പോണമെങ്കിലും ലേറ്റ് ആകുന്നത് ആരാണ്? ലേറ്റ് ആകുന്ന ലേറ്റസ്റ്റ് അല്ല, എന്ത് ലേറ്റ് ആണെന്ന് ലേറ്റസ്റ്റ് ആക്കാൻ വരുവേ അല്ലേ? അതുപോലെ. ഓക്കെ, കൊള്ളാം. നല്ലൊരു കൈയ്യീട് കൊടുത്തേന്ന്. എന്താ വാന്നേ, ഒരു പ്രോത്സാഹനം ഇല്ല. നമുക്ക് നിർത്തിയാലോ? വേണ്ട അല്ലേ? ഇവരുടെ പ്രോത്സാഹനം. രണ്ടുപേരും തിരിഞ്ഞു വയ്ക്കോ. രണ്ടുപേരും അഡ്വഞ്ചറസ് ആണ്. കൊള്ളാം. ഇനി കൂടുതൽ മെച്ചൂർഡ് ആരാണ്? പക്വതയുള്ളത്. സിബിക്കൊരു സംശയമുണ്ട്, എന്നാലും സിബി അത് ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, സിബിക്കാണ്. അപ്പൊ രണ്ടുപേരുടെയും അല്ലേ? കൊള്ളാം, അടിപൊളി. ഇനി നമുക്കിതൊരു അപേക്ഷയായിട്ട് വേണമെങ്കിൽ കരുതാം. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആയിട്ടുള്ള വെഡിങ് ആനിവേഴ്സറീസ്, ബർത്ത്ഡേസ് ഒക്കെ മറക്കാൻ കൂടുതൽ ചാൻസ് ആരാണ്? ഇത് ശരിയാവില്ല, പറ്റില്ല, വിടമാട്ടെ. നല്ലൊരു കൈഡി കൊടുക്കാം. ഏറ്റവും കൂടുതൽ ചളി അടിക്കുന്ന ആരാണ്? ബാഡ് ജോക്സ്, പൂർ ജോക്സ്. അത് കൊള്ളാം. അവിടെ ഒരു കുത്തും കൊടുത്തു കേട്ടോ സിബി. കൊള്ളാം. ഇനി ഡ്രമാറ്റിക് ആരാണ്? എസ്പെഷ്യലി ഗെറ്റിംഗ് സിക്ക് ഓർ എന്തിനാണെങ്കിലും ഒരു ഡ്രമാറ്റിക് അപ്രോച്ച് ആരാണ്? രണ്ടുപേരും ഡ്രാമ കിങ് ക്യൂനും ആണ്. അപ്പൊ നമ്മുടെ ഡ്രാമ കിങ് ക്യൂവിന് വേണ്ടിട്ട് കൈയടി കൊടുക്കാം. താങ്ക് യു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഐ എം ഗെറ്റിംഗ് ഇൻ ടു സം ഇന്റിമേറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദം. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അത് സിബിയാണെന്ന് സിബി എന്താ പറയാ, നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, റൊമാൻറ്റിക് വേണ്ട സിബിയാണെന്ന് പറഞ്ഞു. പക്ഷെ ആരാണ് ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? അത് സിബിയാണ്. നല്ലൊരു സൂപ്പർ ഡൂപ്പർ കൈയ്യടി കൊടുത്തേ. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് ഇൻ ടു ദ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ തല്ലു പിടിക്കുന്നത് ആരാണ്? ഓക്കെ, തിരിഞ്ഞു വയ്ക്കോ. ഇത് കഴിയുമ്പോ ഒരു തല്ലുപിടുത്താവും. ഓക്കെ, തല്ലുപിടിക്കുന്നത് പോട്ടെ. ഞാനിപ്പോ എല്ലായിടത്തും തല്ലുപിടിക്കും. തല്ലുപിടിച്ചു കഴിഞ്ഞാലും ആദ്യം സോറി പറയുന്നത് ആരാണ്? ആര് തല്ലുപിടിച്ചാലും നമുക്ക് പ്രശ്നമില്ല. സിബി ആദ്യം സോറി പറഞ്ഞിരിക്കും. നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക് സിബിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു. ഈ പരിപാടി മൊത്തത്തിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഇവർക്ക് ഇവിടെ ഈ ഷൂ ഗെയിം ഒക്കെ വെച്ച് ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തു. പിന്നെ അതുപോരാണ്ട് ഇവർ ലാസ്റ്റ് മിനിറ്റ് എങ്ങാണ്ട് ഒരു ഡാൻസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അത് കാണാൻ. ഞങ്ങൾക്ക് ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്കും ഹരിക്കുട്ടിയും കണ്ടിട്ട് ശരിക്കും കരച്ചിൽ വരുമായിരുന്നു. അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞിട്ടുള്ള ഇവൻ്റൊന്നും ഞങ്ങൾക്ക് അധികം കവർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ കയറി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ആകെ ടയർഡായി. പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ എൻഡിങ് ഒന്നും വരെയൊക്കെ കവർ ചെയ്യാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ശരിക്കും ഇവരുടെ ഡാൻസ് ആയിരുന്നു. ശരിക്കും ഇമോഷണലായിപ്പോയി.